ഹായ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് തെളിയിക്കുന്ന ചില ആഴ്ചകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അസംബ്ലി ഇലക്ഷന്റെ റിസൾട്ടും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. യു.ഡി.എഫിന് അനുകൂലമായ ഇലക്ഷൻ മാൻഡേറ്റ് ആവശ്യപ്പെടുന്നത് ശക്തമായ ഒരു തിരുത്തലാണ്. അധികാര കേന്ദ്രീകരണവും ജനാധിപത്യത്തിനും ഇടതുപക്ഷത്തിനും ചേരാത്ത പൊതു സമീപനവുമാണ് ഇത്ര വലിയൊരു വിജയം യു.ഡി.എഫിന് ഉണ്ടാക്കിക്കൊടുത്തത്. പാർട്ടി കോട്ടകളിലെ അവിശ്വസനീയമായ അട്ടിമറികളും ആവശ്യപ്പെടുന്നത് ശക്തമായ ഒരു തിരുത്തലിനെ തന്നെയാണ്. അമിതമായ വിധേയത്വം ജനാധിപത്യ ആശയങ്ങളുടെയും വിശേഷാൽ ഇടതുപക്ഷ ആശയങ്ങളുടെയും മൂല്യശോഷണമാണ്. ഇവിടെയാണ് കേരളം വിധിയെഴുതിയത്. ഇനി വിധിയെഴുത്തിന് ശേഷം കർണാടകയിലും തെലങ്കാനയിലും നടന്ന രാഷ്ട്രീയ നാടകത്തിന്റെ പിന്തുടർച്ച കേരളത്തിലും അരങ്ങേറി. പല കണക്കുകളുടെയും സമവാക്യങ്ങളുടെയും ചില പാപ്പൽ നോമിനേഷൻസിന്റെയും എല്ലാം മീതെ ശ്രീ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയാണ്. ഇതും കേരള പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ വിജയമാണ്. അടുത്തത് ഇനി അങ്ങോട്ട് എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിനെ പലപ്പോഴും പരാജയപ്പെടുത്തുന്നത് ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. എൽ.ഡി.എഫിനെ സംബന്ധിച്ചുണ്ടായിരുന്ന പ്രധാന പ്രശ്നം അധികാര കേന്ദ്രീകരണമായിരുന്നുവെങ്കിൽ യു.ഡി.എഫിലേക്ക് വരുമ്പോൾ ജനാധിപത്യത്തിന്റെ അമിതമായ സൗന്ദര്യം ഇൻവെർട്ടർ കോമയിലാണ്, അതാണ് യു.ഡി.എഫിന്റെ പ്രധാനമായ പ്രശ്നം. ഈ രണ്ടിന്റെയും ഇടയിൽ, അധികാര കേന്ദ്രീകരണത്തിന്റെയും വികേന്ദ്രീകരണത്തിന്റെയും ഇടയിൽ ഒരു മിഡിൽ പോയിന്റ്, അവിടെയാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ രഥമിരിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇനി എൽ.ഡി.എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ തെറ്റ് തിരുത്തുമെന്ന് പറയുമ്പോഴും തുടക്കത്തിൽ തന്നെ മാതൃകാപരമായി ചെയ്യാമായിരുന്ന പല തീരുമാനങ്ങളും എടുക്കാതെ ചില പേഴ്സണൽ ഇമേജുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. തീർത്തും ദൗർഭാഗ്യകരമാണ്. എത്രത്തോളം ആഴത്തിൽ തെറ്റുകളെ മനസ്സിലാക്കുമെന്നും അതിനെ തിരുത്തുമെന്നും ഇനി കണ്ടറിയാം. സി യു.